നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യമാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സമയം വന്നിട്ടില്ല. അടുത്ത 6 മാസങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സമ്മാനിക്കാൻ പോകുകയാണ്. ചന്ദ്രൻ നിങ്ങളുടെ രാശി അധിപനാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്, വികാരങ്ങളുടെ നിയന്താവാണ്. ഇപ്പോൾ ആകാശത്ത് സംഭവിക്കുന്ന ഗ്രഹസംക്രമണങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പൂർണ്ണമായും ഉണർത്താൻ പോകുകയാണ്. നിങ്ങൾ കാത്തിരുന്ന അവസരങ്ങൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. അടുത്ത 15 ദിവസങ്ങൾ അത്യന്തം നിർണായകമായിരിക്കും. ഈ കാലയളവിൽ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തും. ശുഭഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാഗ്യഭവനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം ചില പാപഗ്രഹങ്ങളും സജീവമായിരിക്കുന്നു. ഈ സന്തുലിതാവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. 150 വർഷങ്ങൾക്കുശേഷം ആകാശത്ത് സംഭവിക്കുന്ന ഒരു അപൂർവ യോഗം നിങ്ങളുടെ രാശിയെ ഇപ്പോൾ സ്പർശിക്കുകയാണ്. ഇത് ഒരു ദൈവീക അനുഗ്രഹമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ സന്ദേശമാണ്. ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടം നിങ്ങളുടേതാകും. ശ്രദ്ധിച്ചു നീങ്ങിയാൽ വിജയം ഉറപ്പാണ്. ഗുരുഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ 9ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇത് ഭാഗ്യത്തിന്റെ ഭവനമാണ്, ദീർഘയാത്രകളുടെ ഭവനമാണ്, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭവനമാണ്, ആത്മീയതയുടെ കേന്ദ്രമാണ്. ഗുരുവിന്റെ ഈ സഞ്ചാരം നിങ്ങൾക്ക് വളരെ വലിയ അവസരങ്ങൾ തുറന്നുതരും. വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. പുതിയ അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ വരും. ഉന്നത പഠനത്തിന് വഴി തുറക്കും. ആത്മീയ ബോധം ശക്തമാകും. ശനി ഭഗവാൻ നിങ്ങളുടെ 8ാം ഭവനത്തിലൂടെ നീങ്ങുകയാണ്. ഇത് പരീക്ഷണങ്ങളുടെ കാലമാണ്, പരിവർത്തനത്തിന്റെ സമയമാണ്. പഴയ കാര്യങ്ങൾ അവസാനിച്ച് പുതിയ തുടക്കങ്ങൾ നടക്കുന്ന സമയമാണ്. ശനിദേവനെ ഭയപ്പെടേണ്ട. ശനി പാഠങ്ങൾ പഠിപ്പിക്കുന്നവനാണ്, കഠിനാധ്വാനത്തിന് പ്രതിഫലം നൽകുന്നവനാണ്, ആത്മാർത്ഥതയെ അംഗീകരിക്കുന്നവനാണ്. 8ാം ഭവനത്തിൽ ശനി ആയുർദൈർഘ്യം നൽകും. മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തും. നിഗൂഢ വിദ്യകളിൽ താൽപര്യം വരും. ദാനധർമ്മങ്ങളിൽ മനസ്സ് ചേരും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പെട്ടെന്നുള്ള ചെലവുകൾ വരാം. അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉടലെടുക്കാം. എന്നാൽ ഓരോന്നിലും പാഠമുണ്ട്, ഓരോന്നിലും വളർച്ചയുണ്ട്. രാഹുകേതു ഇപ്പോൾ നിങ്ങളുടെ 3ഉം 9ഉം ഭവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വളരെ ശക്തമായ സ്ഥാനമാണ്. രാഹു 3ാം ഭവനത്തിൽ നിൽക്കുമ്പോൾ ധൈര്യം വർദ്ധിക്കും. സാഹസികത പ്രകടമാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം സജീവമാകും. ആശയവിനിമയ മേഖലയിൽ അവസരങ്ങൾ വരും. എഴുത്തിലും സംസാരത്തിലും മികവ് കാണിക്കാം. ചെറിയ യാത്രകൾ ഗുണം ചെയ്യും. കേതു 9ാം ഭവനത്തിൽ ആത്മീയതയിലേക്ക് നയിക്കും. പൂർവജന്മ കർമ്മഫലങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടും. ഗുരുമാരെ കണ്ടുമുട്ടാം. ആത്മീയ ഗ്രന്ഥങ്ങളിൽ താൽപര്യം വരും. ധർമ്മകാര്യങ്ങളിൽ മനസ്സ് ചേരും. എന്നാൽ പിതൃബന്ധങ്ങളിൽ ചില സങ്കീർണതകൾ വരാം. ഗുരുക്കന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മനസ്സിൽ ആശയക്കുഴപ്പം അനുഭവപ്പെടാം. ഇനി ശ്രദ്ധിക്കുക. ഇനി വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 പ്രധാന സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ഈ 3 സംഭവങ്ങളും നിങ്ങളുടെ ദിശ തന്നെ മാറ്റിമറിക്കും. ആദ്യത്തെ സംഭവം തൊഴിൽ മേഖലയിൽ ആയിരിക്കും. നിങ്ങൾ വളരെ കാലമായി കാത്തിരിക്കുന്ന ഒരു അവസരം പെട്ടെന്ന് വന്നുചേരും. ഇത് ഒരു പുതിയ ജോലിയായിരിക്കാം, ഒരു സ്ഥാനക്കയറ്റമായിരിക്കാം, ഒരു ബിസിനസ് ഇടപാടായിരിക്കാം, പ്രധാനപ്പെട്ട ഒരു കരാറായിരിക്കാം. എന്തായാലും ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്താൻ പോകുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സാമൂഹിക പ്രതിഷ്ഠ ഉയർത്തും. എന്നാൽ ഈ അവസരം വരുമ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരും. അധികം ചിന്തിക്കാൻ സമയം കിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കുക. നിങ്ങളുടെ അന്തർബോധം പിന്തുടരുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ കേട്ടാൽ ആശയക്കുഴപ്പം ഉണ്ടാകും. വിധി നിങ്ങളെ വിളിക്കുമ്പോൾ ധൈര്യമായി ഉത്തരം നൽകുക. രണ്ടാമത്തെ പ്രധാന സംഭവം സ്നേഹബന്ധങ്ങളിൽ ആയിരിക്കും. വളരെക്കാലമായി പ്രണയത്തിൽ പെട്ടവർക്ക് ഈ ബന്ധം പുതിയ തലത്തിലേക്ക് പോകാനുള്ള സമയം എത്തിയിരിക്കുന്നു. വിവാഹം ചർച്ചയാകും. വരാൻ പോകുന്നത് കുടുംബങ്ങൾ തമ്മിൽ സംസാരം തുടങ്ങും. അവിവാഹിതർക്ക് അപ്രതീക്ഷിതമായി ഒരു കണ്ടുമുട്ടൽ നടക്കും. ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റും. ഇത് നിങ്ങളുടെ ലോകം തന്നെ വ്യത്യസ്തമാക്കും. എന്നാൽ ശ്രദ്ധിക്കുക, വൈകാരികമായി വളരെ ദുർബലരാകുന്ന സമയമാണ്. തീരുമാനങ്ങൾ ബുദ്ധിപൂർവം എടുക്കുക. വികാരങ്ങൾ ബുദ്ധിയെ മറികടക്കരുത്. വിവാഹിതർക്ക് ഇണയുമായുള്ള ബന്ധം ആഴപ്പെടും. പരസ്പര ധാരണ വർദ്ധിക്കും. പക്ഷേ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും സഹനത്തോടെ കൈകാര്യം ചെയ്യുക. ഇണയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കരുത്. ചെറിയ ആംഗ്യങ്ങൾ വലിയ സന്തോഷം നൽകും. മൂന്നാമത്തെ പ്രധാന സംഭവം സാമ്പത്തിക മേഖലയിൽ ആയിരിക്കും. നിങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ വരും. പഴയ കടങ്ങൾ തിരികെ കിട്ടും. അപ്രതീക്ഷിത വരുമാനം വന്നുചേരും. ഒരു പാരമ്പര്യ സ്വത്തിന്റെ കാര്യം പൂർത്തിയാകും. ഇൻഷുറൻസ് തുക ലഭിക്കും. സർക്കാർ ആനുകൂല്യം വരും. എന്നാൽ ഇതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ചിലവുകളും വരും. ആരോഗ്യ ചെലവുകൾ ഉണ്ടാകാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരാം.
വാഹനം നന്നാക്കേണ്ടി വരാം. ബന്ധുക്കളുടെ വിവാഹത്തിന് പണം ചെലവാക്കേണ്ടി വരാം. അതിനാൽ വരുമാനവും ചെലവും സമതുലിതമാക്കുക. അമിതമായ ചെലവുകൾ ഒഴിവാക്കുക. ആഡംബര വസ്തുക്കൾ ഇപ്പോൾ ആവശ്യമില്ല. ഭാവിക്കായി സൂക്ഷിക്കുക. ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുക. ഇനി തൊഴിൽ മേഖലയിൽ കൂടുതൽ വിശദമായി മനസ്സിലാക്കാം. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് പതിക്കുകയാണ്. 10ാം ഭവനം തൊഴിലിന്റെ ഭവനമാണ്. കർമ്മസ്ഥാനമാണ്. പ്രശസ്തിയുടെ കേന്ദ്രമാണ്. ഗുരുദൃഷ്ടി ഇവിടെ പതിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ അധ്വാനം ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ പ്രവൃത്തി അഭിനന്ദിക്കപ്പെടും. മേലധികാരികൾ സംതൃപ്തരാകും. സഹപ്രവർത്തകർ സഹായകരാകും. പുതിയ പ്രോജക്റ്റുകൾ നിങ്ങളെ ഏൽപ്പിക്കപ്പെടും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അതോടൊപ്പം വേതനവും വർദ്ധിക്കും. പ്രതിഫലവും വർദ്ധിക്കും. അംഗീകാരവും വർദ്ധിക്കും. ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വരും. അഭിമുഖങ്ങൾ വിജയകരമാകും. തിരഞ്ഞെടുപ്പുകൾ നടക്കും. പക്ഷേ ക്ഷമ പാലിക്കുക. പെട്ടെന്ന് സംഭവിക്കില്ല. പ്രക്രിയകൾ പൂർത്തിയാകാൻ സമയമെടുക്കും. എന്നാൽ വിധി നിങ്ങളുടെ പക്ഷത്താണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ശുഭകരമായ സമയമാണ്. പുതിയ ഇടപാടുകൾ ഉണ്ടാകും. പുതിയ ക്ലയന്റുകൾ വന്നുചേരും. പഴയ ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടും. നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരികെ കിട്ടും. വ്യാപനത്തിനുള്ള സാധ്യതകൾ വരും. പുതിയ ശാഖകൾ തുറക്കാം. പുതിയ ഉത്പന്നങ്ങൾ അവതരിപ്പിക്കാം. വിപണി വിസ്താരം സാധ്യമാകും. എന്നാൽ ആലോചിച്ചു മുന്നോട്ടു പോകുക. അമിതമായ ചാട്ടം നല്ലതല്ല. സ്ഥിരതയോടെ വളരുക. ശക്തമായ അടിത്തറ പണിയുക. പങ്കാളിത്തങ്ങളിൽ ശ്രദ്ധിക്കുക. കരാറുകൾ നന്നായി പരിശോധിക്കുക. നിയമപരമായ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ധനകാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ശനി 8ാം ഭവനത്തിൽ ആയതുകൊണ്ട് പണം സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കടം വാങ്ങുന്നതിൽ ജാഗ്രത പാലിക്കുക. വലിയ വായ്പകൾ ഒഴിവാക്കുക. തിരികെ നൽകാനുള്ള ശേഷി ഉറപ്പാക്കുക. കടം കൊടുക്കുന്നതിലും ശ്രദ്ധിക്കുക. തിരികെ കിട്ടാതെ പോകാം. രേഖകൾ വ്യക്തമായി സൂക്ഷിക്കുക. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഇടപാടുകൾ നടത്തുക. നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവം ചെയ്യുക. ഓഹരി വിപണി അപകടസാധ്യതയുള്ളതാണ്. പ്രോപ്പർട്ടി നിക്ഷേപം നല്ലതാണ്. സ്വർണവും നല്ലതാണ്. സ്ഥിരമായ വരുമാന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. റിസ്ക് എടുക്കുന്നതിൽ കരുതൽ വേണം. സേവിങ്സ് ഉറപ്പാക്കുക. അടിയന്തര ഫണ്ട് സജ്ജമാക്കുക. ഭാവി സുരക്ഷിതമാക്കുക. അടുത്ത 30 ദിവസങ്ങളിൽ കുടുംബത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കും. വീട്ടിൽ ഒരു ആഘോഷം വരാൻ സാധ്യതയുണ്ട്. വിവാഹം നിശ്ചയിക്കപ്പെടും. വിവാഹം നടക്കും. നാമകരണം നടക്കും. പുതിയ അംഗം കുടുംബത്തിൽ ചേരും. ദീർഘനാളായി അകന്നിരുന്ന ബന്ധുക്കൾ വന്നുചേരും. പഴയ ശത്രുതകൾ അവസാനിക്കും. മനസ്സിലെ നോവുകൾ മാറും. ക്ഷമിക്കലും ക്ഷമിക്കപ്പെടലും നടക്കും. സ്നേഹവും സാഹോദര്യവും പുനരുജ്ജീവിക്കും. മാതാവുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. അമ്മയുടെ ആശയങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കും. അമ്മയുടെ അനുഗ്രഹം നിങ്ങളെ സംരക്ഷിക്കും. പിതാവുമായുള്ള ബന്ധത്തിൽ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാം. പക്ഷേ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. വാദങ്ങൾ ഒഴിവാക്കുക. മൗനം ചിലപ്പോൾ ഉത്തമമാണ്. സമയം എല്ലാം ശരിയാക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം വളരെ ശക്തമാകും. സഹോദര സ്നേഹം വർദ്ധിക്കും. പരസ്പര സഹായം ഉണ്ടാകും. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രധാന പങ്കുവഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അവർ പ്രധാന പങ്കുവഹിക്കും. സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാം. നിങ്ങൾക്കും അവർക്ക് സഹായം നൽകേണ്ടി വരാം. സന്തോഷത്തോടെ ചെയ്യുക. സ്നേഹത്തോടെ നൽകുക. തിരികെ പ്രതീക്ഷിക്കാതെ സഹായിക്കുക. കുട്ടികളുള്ളവർക്ക് കുട്ടികളുടെ ഉന്നതി കാണാം. പഠനത്തിൽ മികവ് കാട്ടും. മത്സരങ്ങളിൽ വിജയിക്കും. അംഗീകാരം ലഭിക്കും. സമ്മാനങ്ങൾ നേടും. കുട്ടികളില്ലാത്തവർക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിക്കും. ചികിത്സകൾ ഫലം നൽകും. ദൈവാനുഗ്രഹം ലഭിക്കും. കാത്തിരിപ്പ് അവസാനിക്കും. സ്വപ്നം സാക്ഷാത്കരിക്കും. ബന്ധങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾ വരും. സ്നേഹത്തിന്റെ ആഴം ഇപ്പോൾ പരീക്ഷിക്കപ്പെടും. ചില ബന്ധങ്ങൾ ശക്തമാകും. ചില ബന്ധങ്ങൾ ദുർബലമാകും. ചില ബന്ധങ്ങൾ അവസാനിക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കും. എന്നാൽ ഓർക്കുക, എല്ലാ ബന്ധങ്ങളും നമ്മെ പഠിപ്പിക്കാനാണ് വരുന്നത്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണത്താലാണ് വരുന്നത്. അവസാനിക്കുന്ന ബന്ധങ്ങളോട് കോപിക്കരുത്. വരുന്ന ബന്ധങ്ങളെ അമിതമായി വിശ്വസിക്കരുത്. സ്വാഭാവികമായി ഒഴുകട്ടെ. പ്രകൃതിയായി നീങ്ങട്ടെ. നിർബന്ധിക്കരുത്. തടയരുത്. സമയം എല്ലാം ക്രമീകരിക്കും. വിധി എല്ലാം ശരിയാക്കും. വിശ്വസിച്ചു മുന്നോട്ടു പോകുക. പ്രണയത്തിൽ ആയവർക്ക് ഇണയുമായുള്ള ധാരണ വർദ്ധിക്കും. പരസ്പര വിശ്വാസം ആഴപ്പെടും. പങ്കുവയ്ക്കൽ കൂടുതലാകും. സമയം ഒരുമിച്ച് ചിലവഴിക്കാം. സ്വപ്നങ്ങൾ പങ്കിടാം. ഭാവി ആസൂത്രണം ചെയ്യാം. വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുടുംബങ്ങൾ കണ്ടുമുട്ടാം. അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനാകില്ല. പരസ്പര മനസ്സിലാക്കലാണ് പ്രധാനം. ഒരാളുടെ കാഴ്ചപ്പാട് മറ്റൊരാൾ മനസ്സിലാക്കണം. ഇണയുടെ സന്തോഷമാണ് പ്രധാനം. സ്വാർത്ഥതയ്ക്ക് ഇടമില്ല. സ്നേഹമാണ് മുഖ്യം. വിവാഹാലോചന നടക്കുന്നവർക്ക് അനുകൂലമായ ചിന്തകൾ ആരംഭിക്കും.
കുടുംബങ്ങൾ സമ്മതിക്കും. തടസ്സങ്ങൾ നീങ്ങും. വഴി തെളിയും. പക്ഷേ കാലതാമസം സംഭവിക്കാം. ക്ഷമ പാലിക്കുക. ശുഭസമയം കാത്തിരിക്കുക. വിവാഹിതരായവർക്ക് ഇണയുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തും. പരസ്പര ആദരവ് വർദ്ധിക്കും. പങ്കാളിയുടെ സംഭാവനകൾ അംഗീകരിക്കപ്പെടും. കുടുംബത്തിലെ കടമകൾ പങ്കിടും. കുട്ടികളുടെ ഉന്നതി ഒന്നിച്ച് ആഘോഷിക്കും. എന്നാൽ ശാരീരിക ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം. പരസ്പര ആകർഷണം കുറയാം. സമയക്കുറവ് പ്രശ്നമാകാം. ജോലിഭാരം ബന്ധത്തെ ബാധിക്കാം. എന്നാൽ സംസാരത്തിലൂടെ പരിഹരിക്കാം. തുറന്നു പറയുക. മനസ്സ് പങ്കുവെക്കുക. ഇണയുടെ വികാരങ്ങൾ മനസ്സിലാക്കുക. സമയം കണ്ടെത്തുക. റൊമാൻസ് പുനരുജ്ജീവിപ്പിക്കുക. ചെറിയ ആംഗ്യങ്ങൾ വലിയ മാറ്റം വരുത്തും. ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ശനി 8ാം ഭവനത്തിൽ ആയതുകൊണ്ട് ദീർഘകാല രോഗങ്ങൾ ഉടലെടുക്കാം. പഴയ അസുഖങ്ങൾ തിരിച്ചുവരാം. പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെടാം. എന്നാൽ ഭയപ്പെടേണ്ട. സമയത്ത് കണ്ടെത്തിയാൽ ചികിത്സിക്കാം. പ്രതിരോധം സാധ്യമാണ്. ആവർത്തനം തടയാം. പതിവ് പരിശോധനകൾ നടത്തുക. രക്തപരിശോധന ചെയ്യുക. ഷുഗർ ലെവൽ പരിശോധിക്കുക. മർദ്ദം അളക്കുക. ആവശ്യമായ പരിശോധനകൾ നടത്തുക. വൈദ്യോപദേശം തേടുക. മരുന്നുകൾ കൃത്യമായി കഴിക്കുക. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. ആഹാരം ശ്രദ്ധിക്കുക. വ്യായാമം ചെയ്യുക. യോഗയും ധ്യാനവും പരിശീലിക്കുക. ഉറക്കം പര്യാപ്തമാക്കുക. സമ്മർദ്ദം കുറയ്ക്കുക. പോസിറ്റീവ് ചിന്തകൾ നിലനിർത്തുക. മാനസികാരോഗ്യവും പ്രധാനമാണ്. ചന്ദ്രൻ നിങ്ങളുടെ അധിപനായതുകൊണ്ട് വികാരാധിക്യം സ്വാഭാവികമാണ്. എന്നാൽ അത് നിയന്ത്രണാതീതമാകരുത്. ഉത്കണ്ഠ വർദ്ധിക്കാം. അസ്വസ്ഥത അനുഭവപ്പെടാം. വിഷാദം വന്നുചേരാം. ഉറക്കക്കുറവ് അനുഭവപ്പെടാം. ദുസ്വപ്നങ്ങൾ വരാം. മനസ്സ് അലഞ്ഞുതിരിയാം. ഏകാഗ്രത നഷ്ടപ്പെടാം. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണ്. ഗ്രഹചലനം മാറുമ്പോൾ മാറും. അതുവരെ സഹിക്കുക. ക്ഷമിക്കുക. പോസിറ്റീവ് ചിന്തകൾ നിലനിർത്തുക. സ്നേഹിതരുമായി സംസാരിക്കുക. കുടുംബവുമായി സമയം ചിലവഴിക്കുക. പ്രകൃതിയുമായി ഇടപഴകുക. സംഗീതം കേൾക്കുക. പുസ്തകങ്ങൾ വായിക്കുക. ക്രിയേറ്റീവ് പ്രവർത്തനങ്ങൾ ചെയ്യുക. ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടുക. വിദ്യാഭ്യാസത്തിൽ ഉന്നതി കാണാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താൽപര്യം വരും. പുതിയ വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. മത്സരപരീക്ഷകൾക്ക് നല്ല ഫലം ലഭിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പൂർത്തിയാക്കാം. പുതിയ കഴിവുകൾ പഠിക്കാം. ഭാഷകൾ പഠിക്കാൻ അനുകൂല സമയമാണ്. സാങ്കേതിക വിദ്യകൾ പഠിക്കാം. കലാപരിപാടികൾ പഠിക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം വരും. വിദേശത്ത് പഠിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. സ്കോളർഷിപ്പ് ലഭിക്കാം. അഡ്മിഷൻ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ കഠിനാധ്വാനം അത്യാവശ്യമാണ്. ഭാഗ്യം മാത്രം പോരാ. അധ്വാനം കൂടി വേണം. ഏകാഗ്രതയോടെ പഠിക്കുക. തുടർച്ചയായി പരിശീലിക്കുക. സംശയങ്ങൾ ചോദിക്കുക. അധ്യാപകരെ സമീപിക്കുക. സഹപാഠികളുമായി ചർച്ച ചെയ്യുക. ഗ്രൂപ്പ് പഠനം നല്ലതാണ്. വിദേശയാത്രകൾക്കുള്ള സാധ്യത ശക്തമാണ്. ഗുരുവിന്റെ സ്ഥാനം ദീർഘയാത്രകൾക്ക് അനുകൂലമാണ്. ജോലി സംബന്ധമായ യാത്രകൾ വരും. ബിസിനസ് യാത്രകൾ നടക്കും. വിദ്യാഭ്യാസ യാത്രകൾ സാധിക്കും. തീർത്ഥാടന യാത്രകൾ സാധിക്കും. വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യാം. വിദേശത്ത് ജോലി നേടാനുള്ള അവസരം വരും. പ്രോസസ്സിംഗ് വേഗത്തിൽ നടക്കും. വിസ ലഭിക്കാൻ സാധ്യത കൂടും. എന്നാൽ അവിടെയും സൂക്ഷിക്കുക. അജാഗ്രതയ്ക്ക് ഇടമില്ല. പാസ്പോർട്ട് സുരക്ഷിതമായി സൂക്ഷിക്കുക. രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ടിക്കറ്റുകൾ വൃത്തിയായി കൈകാര്യം ചെയ്യുക. ഇൻഷുറൻസ് എടുക്കുക. ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക. അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കുക. സംസ്കാരം മനസ്സിലാക്കുക. പാലിക്കുക. ബഹുമാനിക്കുക. രാഹുകേതുവിനെ ശാന്തമാക്കാൻ സർപ്പപൂജ ചെയ്യുക. നാഗദോഷ പരിഹാരം നടത്തുക. രാഹുകാലത്ത് ഉപവാസം നോൽക്കുക. നീലവസ്ത്രം ദാനം ചെയ്യുക. ഗോമേതകം ധരിക്കാം. കേതുവിന് വൈദൂര്യം ധരിക്കാം. എന്നാൽ വിദഗ്ധ ഉപദേശത്തോടെ മാത്രം. ദാനധർമ്മങ്ങൾ വളരെ പ്രധാനമാണ്. പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക. അനാഥകളെ സഹായിക്കുക. വിധവകൾക്ക് സഹായം ചെയ്യുക. അംഗവൈകല്യമുള്ളവർക്ക് സേവനം ചെയ്യുക. പശുക്കൾക്ക് പുല്ല് നൽകുക. പക്ഷികൾക്ക് തീറ്റ നൽകുക. നായകൾക്ക് ഭക്ഷണം നൽകുക. മരങ്ങൾ നടുക. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കെടുക്കുക. ക്ഷേത്രദർശനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങൾ. ദുർഗാദേവിയെ ആരാധിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. സരസ്വതി ദേവിയെ വണങ്ങുക. ശിവക്ഷേത്രങ്ങളും നല്ലതാണ്. ശിവലിംഗത്തെ പൂജിക്കുക. അഭിഷേകം ചെയ്യുക. ബില്വപത്രം അർപ്പിക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളും സന്ദർശിക്കുക. തുളസിദളം അർപ്പിക്കുക. ഭഗവത്ഗീത പാരായണം ചെയ്യുക. ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുക. മംഗളവാരം പ്രത്യേക പൂജ ചെയ്യുക. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. ഗണപതി ആരാധന പ്രധാനമാണ്. തടസ്സങ്ങൾ നീക്കാൻ വിനായകനെ പ്രാർത്ഥിക്കുക. മോദകം അർപ്പിക്കുക. ഗണപതി സഹസ്രനാമം ജപിക്കുക. മന്ത്രജപം വളരെ ശക്തമാണ്. നമോ ശിവായ മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. ഗായത്രി മന്ത്രം നിത്യേന ജപിക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം രോഗനിവാരണത്തിന്. ഹനുമാൻ ചാലീസ ശക്തിക്ക്. ദുർഗാ സപ്തശതി സംരക്ഷണത്തിന്. വിഷ്ണു സഹസ്രനാമം സമൃദ്ധ.